വലിയ വരവേൽപ്പാണ് അവർക്ക് വാങ്ഡയിൽ ഒരുക്കിയിരിക്കുന്നത്. വലിയ ആവേശത്തോടുകൂടി ലോക ജേതാക്കളായ ടീം ഇന്ത്യയെ വരവേൽക്കാൻ വേണ്ടി ആരാധകർ അവിടെ തടിച്ചുകൂടുന്നുണ്ട്. അല്പം വൈകിയെങ്കിലും വിശ്വ ചാമ്പ്യന്മാർ മുംബൈയിലേക്ക് എത്തുകയാണ്. വാങ്ഡെ അവരെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് കാണാം, കപ്പ് നേടിയ ടീം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലുള്ള ടീം ഇന്ത്യ മുംബൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി റോഡ് ഷോ ടീമിനെ നയിച്ച ടീമിന്റെ കോച്ച് രാഹുൽ ദ്രാവിഡിനെ കാണാം. ഫൈനലിൽ ഏറ്റവും നിർണായകമായ സ്പെൽ ചെയ്ത ജസ്പ്രീത് ബുംറ, എല്ലാവരെയും നമുക്ക് കാണാം. എല്ലാവരും മുംബൈയിലേക്ക്, അർഷ്ദീപ് സിംഗ് എല്ലാവരും അവിടേക്ക് മുംബൈ വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പം സമയം വൈകിയെങ്കിലും വലിയൊരു സ്വീകരണം, ആവേശോജ്വലമായ ഒരു സ്വീകരണമാണ് ടീം ഇന്ത്യക്ക് മുംബൈ ഒരുക്കിയിരിക്കുന്നത്. 2007 നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് ധോണിക്കും സംഘത്തിനും നൽകിയ വരവേൽപ്പ്, അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഗംഭീരമായ ഒരു സ്വീകരണമാണ് ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്കും ടീമിനും മുംബൈ ഒരുക്കുന്നത്. ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മകൾ സമൈറയ്ക്കൊപ്പമാണ് മുംബൈ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. റോഡ് ഷോയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ആരാധകർക്ക് ആവേശം പകരുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ടീം ഇന്ത്യ മുംബൈയിൽ എത്തിക്കഴിഞ്ഞു. ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മകൾ സമൈറയ്ക്കൊപ്പം വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, യുസ്വേന്ദ്ര ചഹൽ, സൂര്യകുമാർ യാദവ്, നമുക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. രാഹുൽ ദ്രാവിഡ്, ഇപ്പോൾ തന്നെ ആ ബസ്സിലേക്ക് ഈ താരങ്ങളെ എത്തിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് അധികൃതർ. അത്രയധികം ആരാധകരാണ് വിശ്വകിരീടം നേടിയ ടീം ഇന്ത്യയെ വരവേൽക്കാൻ വേണ്ടി മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നത്. നോക്കൂ, ജനസാഗരമാണ് വാങ്ഡയിൽ. റസിൽ, നോക്കൂ, എത്ര ആളുകളാണ്, എത്ര മനുഷ്യരാണ് ടീം ഇന്ത്യയെ കാണാൻ വേണ്ടി, അവർക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി, അവരെ ഒരു കപ്പ് കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇത് മുംബൈ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ്. 2020 ലോകകപ്പിൽ ചാമ്പ്യന്മാരായി മുംബൈയുടെ മണ്ണിലേക്ക് ഇന്ത്യൻ താരങ്ങൾ ഓരോരുത്തരായി മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുംബൈയുടെ മണ്ണിൽ 2011 ലോക ചാമ്പ്യന്മാരായി ഇന്ത്യ കിരീടമുയർത്തി നിൽക്കുന്ന കാഴ്ച നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. അതേ മണ്ണിലേക്കാണ് 2020 വിശ്വജേതാക്കളായി 2020 കിരീടവുമായി ടീം ഇന്ത്യ മുംബൈയിലേക്ക് എത്തുന്നത്. സമാനതകളില്ലാത്ത ഒരു ആവേശോജ്വല വരവേൽപ്പ് തന്നെയാണ് അവർക്കായി മുംബൈ കാത്തുവച്ചത്. മുംബൈ ഒരു ആൾക്കടലായി മാറിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ടീം അംഗങ്ങൾ തുറന്ന ബസ്സിലേക്ക് തന്നെ എത്തും. അതിനുശേഷം നരിമാൻ പോയിന്റിൽ നിന്നാണ് ഈ വിക്ടറി പരേഡ് ആരംഭിക്കുന്നത്. അത് മറൈൻ ഡ്രൈവ് വഴി ഇന്ത്യ 2011 ഇന്ത്യ കിരീടമുയർത്തിയ വിഖ്യാതമായ വാങ്കഡയിലേക്ക് നീങ്ങും. വാങ്കഡയിൽ ഇന്ത്യൻ ടീമിന് വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പ് BCCI അവിടെ നൽകുന്നുണ്ട്. വലിയ ആൾക്കടലായി മാറിയ ഒരു മുംബൈയാണ് നമ്മൾ കാണുന്നത്. വിവിധ രീതിയിൽ തന്നെ ആ ടീമിന് സല്യൂട്ട് നൽകാൻ ആരാധകർ കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ കാഴ്ചയ്ക്ക് മുന്നിലേക്കാണ്, അല്ലെങ്കിൽ ആ ആവേശത്തിനിടയിലേക്കാണ് ഇന്ത്യൻ ടീം ഓരോരുത്തരായി വിമാനമിറങ്ങി പുറത്തേക്ക് വരുന്നത്. അതിൽ രോഹിത് ശർമ്മയുണ്ട്, അതിൽ വിരാട് കോഹ്ലിയുണ്ട്, ജസ്പ്രീത് ബുംറയുണ്ട്, അക്ഷർ പട്ടേലുണ്ട്. അങ്ങനെ മിന്നും താരങ്ങളെല്ലാം തന്നെ ഈ ആവേശ കാഴ്ചയ്ക്കിടയിലേക്കാണ് ഇറങ്ങി വരുന്നത്. അവർക്ക് അത്രമാത്രം അവരോടുള്ള ആവേശം, അവർക്ക് വരവേൽപ്പ് നൽകാൻ ഇന്ത്യൻ ആരാധകർ കാത്തു നിൽക്കുകയായിരുന്നു. ഇത്രയും നേരം 5 മണിക്കാണ് ഈ വിക്ടറി പരേഡ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകിയാണ് ആ പരിപാടി ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വാങ്കഡയിലെ പരിപാടി വൈകുകയും ചെയ്യും. ഇന്ന് രാവിലെയാണ് ടീം 3 ദിവസം വൈകിയാണെങ്കിലും കൂടിയും ടീം ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തിയ ശേഷം അവിടെ വലിയ വരവേൽപ്പ് നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി ടീമിനെ അഭിനന്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. 7 മാസങ്ങൾക്ക് മുൻപ്
ഏകദിന ലോകകപ്പിൽ കിരീടം നഷ്ടപ്പെട്ട് അവിടെ നിരാശരായി നിൽക്കുന്ന ഇന്ത്യൻ ടീമിനെ ആശ്വസിപ്പിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. അതേ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യൻ ടീമിനെ ഓരോരുത്തരെ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുംബൈ തെരുവുകളും ആ രീതിയിലുള്ള ആവേശകരമായ ഒരു വരവേൽപ്പ് തന്നെയാണ് ഇന്ത്യൻ ടീമിന് നൽകുന്നത്. ഇതിനു മുൻപ് നമ്മൾ ആദ്യമായി ഈ കാഴ്ച കണ്ടത് 1983 കപിലിൻ്റെ സംഘം ഹാട്രിക് കിരീടം പ്രതീക്ഷിച്ചെത്തിയ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം ഉയർത്തി മുംബൈയിലേക്ക് വന്നിറങ്ങിയപ്പോഴാണ്. അതിനുശേഷം വർഷങ്ങൾക്കു ശേഷം 2007 ആ കാഴ്ച വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. അന്ന് ധോണിയുടെ യുവനിര 2020 പ്രഥമ കിരീടവുമായി ഇന്ത്യയിലേക്ക് എത്തിയപ്പോഴും സമാനമായ രീതിയിൽ മുംബൈ വരവേൽപ്പൊരുക്കി. അതിനുശേഷം 2011 ഏകദിന ലോകകപ്പിൽ ഇന്ത്യ മുംബൈയിലാണ് ചാമ്പ്യന്മാരായത്. മുംബൈയുടെ മണ്ണിൽ വെച്ച് വലിയ രീതിയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സച്ചിനെ എടുത്തുയർത്തിക്കൊണ്ട് താരങ്ങൾ മൈതാനത്തിനുള്ളിൽ വലം വെച്ചപ്പോൾ അതിന് പുറത്ത് ഉറങ്ങാതെ അന്ന് കാത്തിരുന്ന ആവേശമൊരുക്കിയ മുംബൈയിലെ ജനങ്ങളെ നമുക്ക് ഓർമ്മയുണ്ട്. സമാനമായ രീതിയിൽ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും അതേ രീതിയിലുള്ളൊരു വരവേൽപ്പ് ഇക്കുറി മുംബൈ നൽകിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആവേശമാണ്. റോഡിനിരുവശവുമായി ആയിരക്കണക്കിന് ആരാധകരാണ് ടീമിന് വലിയ രീതിയിൽ ഒരു സല്യൂട്ട് നൽകാനായി കാത്തിരിക്കുന്നത്. ആ ആൾക്കടലിന് നടുവിലൂടെയാകും ഇന്ത്യൻ സംഘം കിരീടവും ഏന്തി വാങ്കഡയിലേക്ക് പോവുക. വാങ്കഡെ സ്റ്റേഡിയത്തിലും വലിയ രീതിയിലുള്ള ഒരു സ്വീകരണ പരിപാടി BCCI സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് 125 കോടി എന്ന വലിയ തുക ഇന്ത്യൻ ടീമിന് സമ്മാനമായി നൽകുക. ടീമിനൊപ്പം സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുണ്ട്. ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾ, ഓരോ താരങ്ങളുടെയും കുടുംബാംഗങ്ങൾ ടീമിനൊപ്പമുണ്ട്. അവരെല്ലാം തന്നെ വാങ്കഡയിലെത്തും. അവർക്കെല്ലാം മുമ്പിൽ വെച്ച് മിന്നും താരങ്ങൾ, അതായത് ലോക കിരീടം ഉയർത്തിയ ഈ സംഘം ആ സമ്മാനത്തുക ഏറ്റുവാങ്ങും. അതിനെല്ലാം ഉപരി അവിടെ ഇന്ത്യയിലെ ഐതിഹാസികമായി ഇന്ത്യയെ വിജയങ്ങളിലെത്തിച്ച താരങ്ങളും കൂടി മുംബൈയിൽ ഈ ആവേശ ചടങ്ങിന് മാറ്റുകൂട്ടാനുണ്ടാകും. ആര്യ, തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചൊരു ഹൃദയഭൂമിയാണ് മുംബൈ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇപ്പോൾ വിശ്വ കിരീടവുമായി ടീം ഇന്ത്യ പറന്നിറങ്ങിയിട്ടുള്ളത്. വലിയ വരവേൽപ്പാണ് മുംബൈ വാങ്ഡെ അവർക്കായി ഒരുക്കിയിട്ടുള്ളത്. ജനസാഗരം എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാകില്ല. ആ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് ടീം ഇന്ത്യയെ വരവേൽക്കാൻ വേണ്ടി മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നത്. 3 മണിയോടുകൂടിയാണ് ഡൽഹിയിൽ നിന്ന് മുംബൈ വിമാനത്താവളത്തിലേക്ക് അവരെത്തിയത്. പക്ഷേ പറഞ്ഞതിൽ നിന്ന് അല്പം കാര്യങ്ങൾ സമയത്തിൽ ഒരു 1.5 മണിക്കൂർ കാലതാമസമുണ്ടായി. ഇനി മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ നിന്ന് വാങ്ഡെ സ്റ്റേഡിയത്തിലേക്ക് തുറന്ന ബസ്സിൽ വിക്ടറി പരേഡ്, ആ വിക്ടറി പരേഡിൽ താരങ്ങളെ കാണാനുള്ള കാത്തിരിപ്പിലാണ്. ആവേശത്തോടെ അവർക്ക് പ്രിയപ്പെട്ട താരങ്ങളെ, അവർക്ക് വിശ്വ കിരീടം നൽകിയ അവരുടെ യശസ്, ഇന്ത്യ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ താരങ്ങളെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ക്രിക്കറ്റ് ആരാധകരും. ഇപ്പോൾ മുംബൈ ടീം പറന്നിറങ്ങിയ വിമാനം, അതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ടീം രോഹിത് ശർമ്മ, കോച്ച് രാഹുൽ ദ്രാവിഡ് എല്ലാവരെയും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇനി തുറന്ന ബസ്സിലേക്ക് താരങ്ങൾ കയറും. അത് കഴിഞ്ഞായിരിക്കും വിക്ടറി പരേഡ് ആരംഭിക്കുക. വിക്ടറി പരേഡ് കാണാൻ വേണ്ടി മനുഷ്യസാഗരം, ജനസാഗരം തന്നെയാണ് മുംബൈയിൽ ഇപ്പോൾ മറൈൻ ഡ്രൈവ് മുതൽ വാങ്ഡെ സ്റ്റേഡിയം വരെ ഇപ്പോൾ നീണ്ടു നിൽക്കുന്നത്.